ഇന്ത്യ എണ്ണ മേടിക്കുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു റഷ്യ. റഷ്യയ്ക്ക് മേലെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ ആ നടപടിയൊക്കെ തുടർന്നു. അതൊക്കെ നമ്മൾ വാർത്തയിൽ ചർച്ച ചെയ്താൽ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, ഇതേ റഷ്യ ഇന്ത്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് റഷ്യ ഇപ്പോൾ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ക്രൂഡാണല്ലോ വാങ്ങുന്നത്. അതെ. ഇപ്പോഴും 5-6 ടാങ്കറുകൾ മറ്റേ വാദിനാർ മുതൽ വിശാഖപട്ടണം വരെയുള്ള തുറമുഖങ്ങളിൽ നങ്കൂരമിട്ട് കിടപ്പുണ്ട്. വലിയ എണ്ണ ടാങ്കറുകൾ റഷ്യയിൽ നിന്നുള്ള. ഇവിടെ നിന്ന് ശുദ്ധീകരിച്ച ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച ശേഷമുള്ള പെട്രോൾ, അതാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ. അതിന് കാരണം യുക്രൈൻ്റെ ആക്രമണത്തിൽ അവിടുത്തെ റിഫൈനറികൾ ഊർജോൽപാദന കേന്ദ്രങ്ങൾ ഇതൊക്കെ പലതും നശിച്ചിരിക്കുന്നു. പല സ്ഥലത്തും ശുദ്ധീകരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യ ഇവിടെ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നു. നമ്മൾ ജൂണിൽ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ മറ്റ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത മാസമാണ് ജൂൺ. ആ വാസ്തവം കിടക്കുന്നു. അപ്പോൾ യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഊർജ കേന്ദ്രങ്ങളെ ബാധിച്ചു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ധന ഉൽപാദന രാജ്യമാണ് റഷ്യ. പക്ഷെ അവിടെ എണ്ണ ശുദ്ധീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല. എണ്ണ ഉൽപാദനത്തിനും പ്രയാസം നേരിടുന്നു യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം കാരണം യുക്രൈനിൽ നിന്നുള്ള ഡ്രോണുകൾ ലക്ഷ്യം വെക്കുന്നത് തന്നെ ഊർജ കേന്ദ്രങ്ങളെയാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നട്ടെല്ല് ഒടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർക്ക് ആഭ്യന്തര ഇന്ധനക്ഷാമം വന്നിരിക്കുന്നു. അതിനുവേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ബെലാറസ് അയൽരാജ്യമാണല്ലോ. ബെലാറസിൽ നിന്ന് അവര് പെട്രോള്, ഗ്യാസോലിൻ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവിടെ 11 സമയമേഖലകൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട് റഷ്യയെ. അവിടെ ഈ നഗരങ്ങളിലൊക്കെ റേഷൻ ഉണ്ട്. ഇപ്പം ഇതിന് പമ്പുകളിൽ, പെട്രോൾ പമ്പുകളിൽ റേഷൻ ഉണ്ട്. വലിയ ക്യൂ ഉണ്ട്. വലിയ വിലയും ഈടാക്കുന്നുണ്ട് പെട്രോളിന്. അപ്പോൾ ഈ കപ്പൽ വഴിയാണ് ഇന്ത്യ അങ്ങോട്ട് ഇപ്പോൾ പെട്രോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 60,000 മെട്രിക് ടൺ പെട്രോൾ ഇപ്പം നമ്മൾ കൊടുത്തു. ഈ വേനലിലെ ഈ കൊടുംചൂടിലെ അവരുടെ ക്ഷാമം കാരണം കൊടുത്തു. 60,000 മെട്രിക് ടൺ. അപ്പോൾ 2 ടാങ്കറുകൾ 30,000 മെട്രിക് ടൺ, 40,000 മെട്രിക് ടൺ പെട്രോൾ അടങ്ങിയത് ഇപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഇത് ഏത് റിഫൈനറിയാണ് അയച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകളിൽ ഇല്ല. മിക്കവാറും അത് നയാര, ഗുജറാത്തിലെ നയാര, റഷ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ പല രാജ്യങ്ങളോടും റഷ്യ ഇപ്പോൾ പെട്രോൾ ചോദിച്ചിട്ടുണ്ട്. ദിവസവും റഷ്യക്ക് 1,10,000 മെട്രിക് ടൺ പെട്രോൾ ആവശ്യമുണ്ട് ഒരു ദിവസം. പ്രത്യേകിച്ചും വേനലിൽ ഒരു മാസം 4 ലക്ഷം മെട്രിക് ടൺ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യ. ഇപ്പോൾ ബെലാറസ് റഷ്യക്ക് കൊടുക്കുന്ന എണ്ണ 3 ഇരട്ടിയാക്കി. ജൂൺ പാതി ആയപ്പോൾ 3 ഇരട്ടിയായി. മേയിൽ 70,000 മെട്രിക് ടൺ ബെലാറസ് കൊടുത്തു. റഷ്യൻ പാർലമെന്റ് അതുകൊണ്ട് നികുതി ഘടന പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നതിന് സബ്സിഡി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറക്കുമതി ചെലവ് വിലയിൽ കൂട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നികുതി ഘടന പരിഷ്കരിച്ചിരിക്കുന്നത്. പുടിൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ യുദ്ധത്തിന് ഒരുപാട് ഈ എണ്ണ വേണമല്ലോ, പെട്രോളും ഒക്കെ, ക്ഷാമമുണ്ട്. എന്നാലും യുക്രൈനുമായിട്ടുള്ള യുദ്ധം പോരും നിർത്തില്ല. സെലൻസ്കി ഈയിടെ പുടിനുമായിട്ട് നേരിട്ട് കാണാം എന്ന് പറഞ്ഞിരുന്നു. പുടിൻ അത് നിരാകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല. നമ്മൾ ജൂണിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ജൂണിൽ മറ്റേ 50 നമ്മൾ ആഗോളതലത്തിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ 50% റഷ്യയിൽ നിന്നാണ്
ജൂണിൽ വന്നിരിക്കുന്നത്. മേയിൽ 36.5% റഷ്യയിൽ നിന്നാണ് വന്നത്. അപ്പോൾ 27 ലക്ഷം ബാരൽ ദിവസവും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തുടരുന്നുണ്ട്. പക്ഷെ അവിടെ ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ റിഫൈൻ ചെയ്തിട്ട് റിഫൈനറികളിൽ റിഫൈൻ ചെയ്തിട്ട് പെട്രോൾ അങ്ങോട്ട് ഗ്യാസോലിൻ അതാണ് നമ്മൾ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയോ കാലമായിട്ട് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള ബന്ധം സൗഹൃദമൊക്കെ നിലനിൽക്കുകയാണ്. അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ നമ്മൾ അവരിൽ നിന്ന് ധാരാളം എണ്ണ മേടിച്ചു. അന്ന് ഇന്ത്യൻ റുപ്പിയിലും അതുപോലെ റൂബിളിലും ഒക്കെ കൈമാറ്റം നടന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ആവശ്യം വരുമ്പോൾ ഇന്ത്യ ഇത് അല്ലെങ്കിൽ മോദി പുട്ടിനൊരു സമ്മാനം കൊടുത്തയക്കുന്നു. അതായത് അവർ സമ്മാനം പറയാൻ പറ്റുന്ന പറയണ്ട, കാശ് മേടിച്ചിട്ടില്ല. എന്നാലും അത് അപ്രതീക്ഷിതമായ ഒരു നീക്കല്ലേ. കാരണം ഇന്ത്യ ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കുക. കാരണം എല്ലാ കാലത്തും നമുക്ക് സഹായം വേണ്ടപ്പോൾ റഷ്യ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ ഒരു ആവശ്യഘട്ടത്തിൽ റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു പരസ്പര സഹകരണം കൂടെ അല്ലേ? അതെ, നമ്മളിപ്പോ ഇടയ്ക്ക് മോദിയൊക്കെ കുറ്റം പറഞ്ഞ് ഈ ടൂൾ കിറ്റ് ഉണ്ടല്ലോ, മാർക്സിസ്റ്റുകളും മതേതരവാദികളും ഒക്കെ, മറ്റേ അമേരിക്ക ട്രംപ് പറഞ്ഞു നിങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല ഇന്ന് ഉത്തരവിട്ടതായിട്ടൊക്കെ. ഇനി മോദി എന്ത് ചെയ്യും? ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി നിർത്തിയോ? ഇല്ല. നമ്മളിപ്പോൾ ജൂണിലാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇനി ഇറക്കുമതി ചെയ്യാം. ഇപ്പോൾ ഉപരോധമൊക്കെ നീങ്ങുകയാണല്ലോ. പക്ഷെ ഇറാനിൽ നിന്ന് നമ്മൾ ഉടനെ ഇത് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് വെനസ്വേലയിൽ നിന്ന് ഇപ്പൊ എണ്ണ വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ അമേരിക്കയ്ക്ക് അയക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ യൂറോപ്പിലേക്കും ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല, ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഈ യുക്രൈൻ യുദ്ധം കാരണം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ഇതാണല്ലോ വളഞ്ഞ വഴിക്ക് അവര് നെറ്റിയിൽ തൊട്ടു. യൂറോപ്പ് റഷ്യൻ എണ്ണ തന്നെയാണ്, ഇവിടെ ശുദ്ധീകരിച്ചതാണെന്നേ ഉള്ളൂ, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് ഇത് ഭയങ്കര ഒരു റിവേഴ്സൽ വന്നിരിക്കുന്നു. നമ്മൾ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് വാങ്ങുന്നു റഷ്യയിൽ നിന്ന്, പെട്രോൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഈ ഒരു വല്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുക. അല്ല, നമ്മൾ നേരത്തെയും ഇങ്ങനെ വാങ്ങിച്ചു. ഇപ്പം നമ്മൾ മറ്റ് പല രാജ്യങ്ങളിലും ഈ പറയുന്ന എണ്ണപ്പാടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് എണ്ണ എടുത്ത് വിൽക്കാനൊക്കെ നീക്കം നടത്തിയിരുന്നല്ലോ. ഘാന, നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് പോലെ 2 എണ്ണപ്പാടങ്ങൾ നമുക്ക് തരാമെന്ന് പറയും. അപ്പോൾ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ട് ഈ എണ്ണ കച്ചവടത്തിലേക്ക് കൂടി നീങ്ങുന്നു. കാരണം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തെടുക്കുകയല്ല, അവിടെ നിന്ന് തന്നെ ശുദ്ധീകരിച്ചിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നു. ഇന്ത്യക്ക് ഉള്ള ഒരു സംഭവം ചൈനയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ചൈന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചൈനയ്ക്ക് പുറത്ത് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഇത്തരം അക്വിസിഷൻസ് നടത്തുന്നതൊക്കെ അടുത്ത കാലത്താണ്. നമ്മളിപ്പോൾ ശ്രീലങ്കയിൽ ഒരു മറ്റേ ഷിപ്പ് ബിൽഡിംഗ് യാർഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. മുംബൈ ഡോക്ക് യാർഡാണ് അത്. കപ്പൽ നിർമ്മാണത്തിനൊക്കെ വേണ്ടി നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതുപോലെ തുറമുഖങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മോശപ്പെട്ട വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിന്റെ താരിഖ് റഹ്മാനും ഷി ജിൻപിങ്ങും കൂടി കണ്ട് കരാറൊക്കെ ഒപ്പിട്ടല്ലോ. അപ്പൊ മംഗള തുറമുഖം ഷേഖ് ഹസീനയുടെ കാലത്ത് നമുക്ക് തന്നിരുന്നതാണ്. മംഗള തുറമുഖം ഇപ്പൊ ചൈനയ്ക്ക് കൊടുക്കുകയാണ്. ചിറ്റഗോങ് ഓൾറെഡി അവരുടെ കയ്യിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയിൽ റയർ എർത്ത് ഇല്ലേ, ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് കരാറ് ചൈനയ്ക്കുണ്ട്. നമ്മൾ അത്തരം മേഖലകളിലൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അക്വിസിഷൻസ് നമുക്ക് മറ്റേ വ്യോമത്താവളങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മുൻ റഷ്യൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ പല സ്ഥലത്തും ഇപ്പൊ താവളങ്ങളും ഒക്കെ. കാരണം നമ്മൾ ആയുധ കയറ്റുമതിയിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ആയുധ കയറ്റുമതി. ബ്രഹ്മോസിൽ ഒരുപാട് താല്പര്യങ്ങൾ. ബ്രഹ്മോസ് മേടിക്കുന്ന ഇനിയുള്ള അടുത്ത രാജ്യം UAE ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ
ആയുധ കയറ്റുമതിയിൽ കൂടി ആണ് ധാരാളം പണമൊക്കെ വരിക. ഒരു ബ്രഹ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം കോടികൾ വരുമല്ലോ. അപ്പൊ എന്നിട്ട് വേണം നമുക്ക് അക്യൂസിഷൻസ് പുറത്തൊക്കെ നടത്താൻ. ഇപ്പൊ നമ്മൾ ശ്രീലങ്കയിൽ ആദ്യമായിട്ട് ഒരു ഷിപ്പ് ബിൽഡിംഗ് കേന്ദ്രം, കപ്പൽ നിർമ്മാണ കേന്ദ്രം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് മുംബൈ ഡോക്യാർഡാണ്. അതുപോലെ മറ്റേ നിക്കോബാർ പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കാൻ പോകുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ മറ്റേ ഷിപ്പ് ബിൽഡിംഗ് റഷ്യയിലും നടത്താൻ പോകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആർട്ടിക് ആ മേഖലകളിലൊക്കെ നമ്മൾ ഷിപ്പ് ബിൽഡിങ്ങും കൂടി ചെയ്യാൻ പോകുന്നു സംയുക്തമായിട്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ റഷ്യ നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ളൊരു സുഹൃത്താണ്. അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ പല സ്ഥലത്തേക്കും എണ്ണ ശുദ്ധീകരിച്ച് വിൽക്കുന്നുണ്ട്. അതിലൊരു പങ്ക് റഷ്യയിലേക്ക്. അപ്പോൾ എത്രയാണ് അതിൻ്റെ വില എന്നുള്ളത് റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. ഇങ്ങോട്ട് തരുന്നത് വില കുറച്ചിട്ടാണല്ലോ എണ്ണ, പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ വില എത്ര എന്നുള്ളത് റിപ്പോർട്ടുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.